ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ഓണം സ്പെഷ്യൽ ഇന്റർവ്യൂ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, ഇന്ന് ഒരു ഓണക്കാലം വീണ്ടും 2025 മനോഹരമായൊരു ഓണക്കാലം വരവായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷമായിരിക്കും അല്ലേ നമ്മൾ മലയാളികളെ സംബന്ധിച്ച്. രാവിലെ തന്നെ എല്ലാവരും എഴുന്നേറ്റ് പൂക്കളം ഒരുക്കാനുള്ള ആ ഒരു തിരക്കിലും അതുപോലെ തന്നെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള ആ ഒരു തിരക്കിലും ഒക്കെ ആയിരിക്കും. എന്തായാലും ഇന്ന് നമുക്ക് ഒരു അടിപൊളി സെലിബ്രിറ്റീനെ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ഓണനാളിൽ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ഓണം സ്പെഷ്യൽ ഇന്റർവ്യൂവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് സംഗീതത്തിലൂടെ ഒരുപാട് മനോഹരമായ പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയിരിക്കുന്ന ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി മാം ആണ്. വെൽക്കം ചെയ്യാം. ഹായ് മാം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്തൊക്കെയുണ്ട് വിശേഷം? ഓണമായിട്ട് എന്താണ് പരിപാടി? ഓണത്തിന് പരിപാടി ഗാനമേളയുണ്ട്. ഗാനമേളയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു തിരക്കിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലേ? അതെ അടിപൊളി ഓണമാണേ. അടിപൊളി ഓണമാണ്. ഓക്കെ, ചിങ്ങമാസം തുടങ്ങിയിട്ട് എങ്ങനെ ഉണ്ട്? ചിങ്ങമാസം സൂപ്പർ അല്ലേ? പൊന്നിൻ ചിങ്ങം തന്നെ തുടങ്ങിയിട്ട് അങ്ങ് വെച്ചടി പ്രോഗ്രാംസ് കൊണ്ട് ഇങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലേ? അതെ അപ്പൊ വോയിസിന് റെസ്റ്റ് വേണ്ട ഒരു സമയം കൂടിയാണ്. എന്തായാലും മാം, നമ്മളിപ്പോ ഒരു പാട്ടുകാരിയെ, ലോകം അറിയപ്പെടുന്ന ഒരു ഗായികയെയാണ് ഇന്ന് നമുക്ക് ഈ ഒരു ഓണം സ്പെഷ്യൽ ഇന്റർവ്യൂവിൽ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മനോഹരമായ പാട്ട് പാടി നമുക്ക് ഈ ഒരു ഷോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്താലോ? ഓണപ്പാട്ടാണോ? മാമിന് ഇഷ്ടമുള്ള പാട്ട് പാടിക്കും. ഓണമായതുകൊണ്ട് നമുക്കൊരു ഓണപ്പാട്ടാകാം. ഓക്കെ. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ എനിക്ക് മാമിനെ പറ്റി ഓർക്കുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പാട്ട് ഏതാന്നറിയോ? കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിലെ. അടിപൊളി പാട്ടാണല്ലോ, പഠിക്കും. പാട്ടും മൂളി വന്നു ഞാലിപ്പൂങ്കതളി വാഴ പൂക്കളിൽ ആകെ തേന്നിറഞ്ഞോ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഈ പാട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് മാമിന്റെ വോയിസിൽ കേൾക്കുന്ന ഒരു പാട്ട്. എനിക്ക് ചോദിക്കാനുള്ള ഒരു, ഞാൻ മാമിന്റെ ഇന്റർവ്യൂസ് ഒക്കെ ഇങ്ങനെ കാണുന്നതിനിടയ്ക്ക് എപ്പോഴും ഇങ്ങനെ മ്യാവ് മ്യാവ് എന്ന് വെക്കാറുണ്ട്. അതിന് പിന്നിലുള്ള ഗുഡൻസ് എന്താണ്? സന്തോഷം വരുമ്പോഴല്ലേ? ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ മ്യാവ് മ്യാവ് എന്ന് പറയും അല്ലേ? വീട്ടില് പൂച്ചയുണ്ടോ? അടുത്ത വീട്ടിലൊക്കെ ഉണ്ട്. അതെന്ത് പറ്റി? വീട്ടില് ഒരു പൂച്ചനെ വളർത്തിക്കൂടെ? അയ്യോ, വളർത്താൻ പേടിയാ. എന്തിനാ നമ്മള് നടന്നു പോണ വഴിക്ക് അറിയത്തില്ല, ചവിട്ട് പറ്റി ചെയ്താ തീർന്നു. പിന്നെ അമ്മയച്ഛനും ഒക്കെ പൂച്ചകളായിട്ട് കളിക്കും. പൂച്ചകളി അവർക്ക് രണ്ടുപേർക്കും പൂച്ചകളെ ഭയങ്കര ഇഷ്ടമാണല്ലേ? ഞാൻ അമ്മയച്ഛനും പൂച്ച കളിക്കും എന്റെ അടുത്ത്. ഓ, പൂച്ച കളിക്കും. ഇടയ്ക്ക് നമ്മൾ ഈ മലയാളികളാണെന്ന് മറന്നിട്ട് പൂച്ചകളുടെ ആ ഒരു ലാംഗ്വേജിലേക്ക് പോവല്ലേ? ഓക്കെ. അപ്പൊ മാം, എനിക്ക് അടുത്തായിട്ട് ചോദിക്കാനുള്ളത് ഗായത്രി വീണയെ പറ്റിയിട്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ലോകത്തില് തന്നെ ആകെ ആ ഒരു വീണ വായിക്കുന്നത് വിജയലക്ഷ്മി മാം ആണല്ലേ? ഒറ്റ കമ്പി ഇലക്ട്രിഫൈ ചെയ്ത ഒരു വീണയാണ്. അതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? അത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആരംഭിച്ചത്. എന്റെ കോ ബ്രദർ ചെന്നൈയിൽ നിന്ന് വന്നു, വിനോദ് എന്ന പേര്. അപ്പൊ പുള്ളി ഒരു കളിപ്പാട്ടം നിർമ്മിച്ചു. ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച് ഒരു കമ്പി ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. അപ്പൊ ഞാൻ അതിൽ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. സ്പൂൺ ഉപയോഗിച്ച് ഉരച്ച് മൂവ് ചെയ്ത് സപ്തസ്വരങ്ങൾ എല്ലാം, കീർത്തനങ്ങൾ, ഭക്തിഗാനങ്ങൾ, സിനിമാ ഗാനങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പൊ 1997 സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടിയപ്പോ ക്ലാസിക്കൽ മ്യൂസിക്കിന് 1ാം സ്ഥാനം ലഭിച്ചു സ്കൂൾ ഫെസ്റ്റിവലിന്. അപ്പൊ കുമ്മനം ശശികുമാർ സാറ് ഗായത്രി തമ്പുരു സമ്മാനം നൽകി. അച്ഛനാണ് ഒറ്റക്കമ്പിയിൽ ഇലക്ട്രിഫൈ ചെയ്ത് തന്നത്. ഇപ്പൊ ഞാൻ വായിക്കുന്നത് അച്ഛൻ സ്വന്തമായി നിർമ്മിച്ച
വീണയാണ്. ഇതിൽ 6.5 മണിക്കൂർ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, വേൾഡ് റെക്കോർഡ് ലഭിച്ചു. അതെ അതെ അതെ, ശരിക്കും പറഞ്ഞാല് സ്വന്തം അച്ഛൻ നിർമ്മിച്ച ഒരു ഇൻസ്ട്രുമെന്റില് റെക്കോർഡൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാല് ഒരു മകളെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു ഭാഗ്യം വേറെ കിട്ടാനില്ലല്ലേ? അതെ, വേറെ ലഭിക്കാനില്ല. പിന്നെ ഈ ഉപകരണത്തിന് ഗുരുദക്ഷിണ സമർപ്പിച്ചത് പ്രശസ്ത വയലിൻ വിദ്വാൻ ശ്രീ കുന്നക്കുടി വൈദ്യനാഥ് ഭാഗവത്. അദ്ദേഹമാണ് ഗായത്രി വീണ എന്ന് പേരിട്ടത്. അതെ അതെ അതെ. ഈ ഗായത്രി വീണ അല്ലാണ്ട് മാം വേറെ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ് ആണ് വായിക്കുന്നത്? പിന്നെ മൃദംഗം, തബല, ഘടം, തകിൽ, കീബോർഡ്, പിന്നെ ഒരു റഷ്യൻ ഇൻസ്ട്രുമെന്റ് ഉണ്ട് കസു, അതും വായിക്കാറുണ്ട്. ഓക്കെ, അത് ആലപ്പി ജോസാറാണ് സമ്മാനിച്ചല്ലേ? ജോസി ചേട്ടൻ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട്. ശരിക്കും പറഞ്ഞാല് കച്ചേരിയൊക്കെ ഒറ്റയ്ക്ക് അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയില്ലെങ്കിൽ അതും ട്രൈ ചെയ്യുമായിരുന്നല്ലേ? അതും ചെയ്തിട്ടുണ്ട്. അടിപൊളി. അല്ല, ഇത്രയും ഇൻസ്ട്രുമെന്റ് വായിക്കാൻ അറിയാവുന്ന പറഞ്ഞപ്പോഴത്തേക്ക് സാധാരണ നമ്മള് കച്ചേരിക്ക് ഇന്ന ഇൻസ്ട്രുമെന്റ് വായിക്കാൻ ഓരോ ആൾക്കാർ വേണമല്ലോ, പക്ഷെ ഇത് ഒറ്റയ്ക്ക് പാട്ടും പാടും, ബാക്കി എല്ലാ ഇൻസ്ട്രുമെന്റും വായിക്കാനായിട്ട് ഒരേ ഒരാള് മാത്രം മതി. അപ്പൊ മാം വീട്ടില് അച്ഛനും അമ്മയൊക്കെ പാടുവോ? അച്ഛനും അമ്മയും പാടും. രണ്ടുപേരും പാട്ടുകാരാണല്ലേ? അവരൊക്കെ പ്രോഗ്രാമിന് കൊണ്ടുപോകാറുണ്ടോ പാടിക്കാനായിട്ട്? പാടിക്കാൻ ചിലപ്പോൾ മടിയാ. പിന്നെ ചാനലിലൊക്കെ പാടാറുണ്ട്, ഗാനമേളയ്ക്ക് പാടാറുണ്ട്. സ്വന്തം ഗാനമേളയ്ക്ക് അച്ഛൻ പാടും, അമ്മയ്ക്ക് നാണോ വന്നാൽ അമ്മ പാടും. നാണമൊക്കെ മാറ്റിയെടുക്കല്ലേ നമുക്ക് പോകെ പോകെ? മാറ്റിയെടുക്കാം. ഈ പാട്ട് മാത്രമല്ല, ഇൻസ്ട്രുമെന്റ് വായന മാത്രമല്ല, അല്ലാണ്ട് വേറൊരു അടിപൊളി കഴിവ് കൂടി മാമിനുണ്ട്. മിമിക്രി നന്നായിട്ട് ചെയ്യുമെന്ന് കേട്ടു. ജാനകി അമ്മയുടെ വോയിസ് ഒക്കെ നന്നായിട്ട് അനുകരിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടുവോ? ഓക്കെ ഓക്കെ, പാടിക്കോളൂ. സംഗീത മധുപകരൂ, എങ്ങനെ എടുക്കും ഞാൻ, എങ്ങനെ ഒഴുക്കും ഞാൻ, എങ്ങനെ എടുക്കും ഞാൻ, എങ്ങനെ ഒഴുക്കും ഞാൻ, എങ്ങനെ വിറച്ചും ദേവാ അമ്പോ, സൂപ്പർ. ഇതിപ്പോ വൈക്കം വിജയലക്ഷ്മി മാം ആണോ അല്ലെങ്കിൽ ജാനകി അമ്മയാണോ എന്ന് എനിക്ക് മനസ്സിലാകാത്ത വിധത്തിലായി പോയി കേട്ടോ. ഓക്കെ ഓക്കെ. ജാനകി അമ്മയെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നോ? ഉണ്ട്, 2 പ്രാവശ്യം. ആദ്യം സർവാണി സംഗീത സംഘത്തെ വെച്ച് പരിചയപ്പെട്ടു. പിന്നെ ഹൈദരാബാദില് ജാനകി അമ്മയുടെ വീട്ടിൽ പോയി. പിന്നെ ഫോണിൽ സംസാരിക്കാറുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. ഉമ്മയൊക്കെ തന്നു. പിന്നെ ഈ റോസ് മിൽക്ക് തണുപ്പില്ലാത്ത രീതിയിൽ അത് തന്നു. പിന്നെ പാട്ട് പാടിച്ചു. ഒരുമിച്ചിരുന്ന് മതിയാകാത്ത ഒരു സെലിബ്രിറ്റി ആരാന്ന് ചോദിച്ചാല് മാമിന്റെ ആൻസർ എങ്ങനെയായിരിക്കും? ജാനകി അമ്മയാണ് പ്രധാനമായിട്ട്. ജാനകി അമ്മയാണ് പ്രധാനമായിട്ട്. അത്ര രസമാണല്ലേ, സമയം പോകുന്നത് അറിയത്തില്ലല്ലേ? പിന്നെ എല്ലാരെയും കാണുന്നുണ്ട്, എല്ലാരെയും. ശരത് സാറ്, എം ജയേന്ദ്ര സാറൊക്കെ ആയിട്ട് ഇനി പിന്നെയും ഒരുമിച്ചിരിക്കണം ഒരു ആഗ്രഹമുണ്ട്. ശരത് സാറ്, എം ജയേന്ദ്ര സാറ്, AR റഹ്മാൻ സാർ, ഇളയരാജ സാർ, വിദ്യാസാഗർ സാർ, എല്ലാവരും കൂടെ പാടണമെന്നും ഒരുമിച്ചിരിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ ദാസേട്ടന്റെ കൂടെ ഇരിക്കണമെന്നുണ്ട് കേട്ടോ. ഓക്കെ മാം, ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും വർക്ക് ചെയ്യാൻ സാധിക്കാത്ത, അതിയായിട്ട് ആഗ്രഹമുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ആരാണ്? ഇളയരാജ സാർ. അദ്ദേഹത്തിന്റെ ഒപ്പം ഒരു കോമ്പോസ് ചെയ്യാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. AR റഹ്മാൻ സാർ, വിദ്യാജി, പിന്നെ ശരത് സാറിന്റെ സിനിമയിലും പാടണമെന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും ആളുകളുടെ ഒപ്പം, ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള മ്യൂസിഷ്യന്റെ ഒപ്പം പാടാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉറപ്പായിട്ടും മാമിന് കിട്ടും കേട്ടോ. എനിക്ക് ചോദിക്കാനുള്ള അടുത്തൊരു ചോദ്യം എന്തെന്ന് വെച്ചാല്, എള്ളുവയ പൂക്കളെ എന്ന പാട്ട്. ഈ പാട്ട് ആക്ച്വലി GV പ്രകാശ് സാറ് മാമിനെ കൊണ്ട് പാടിക്കാനായിട്ടായിരുന്നു ആദ്യം നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? അതുകൊണ്ട് അത് പാടാനായിട്ട് പറ്റിയില്ല. പക്ഷേ ആ ഒരു പാട്ട് മാമിന്റെ വോയിസിൽ കേൾക്കണമെന്ന് നമുക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഓക്കെ ഓക്കെ, സാരില്ല. മാമിന്റെ ജീവിതത്തിൽ ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ള റെക്കോർഡിംഗ് ഏതാ? തെലുങ്ക് ഹൈദരാബാദിൽ വെച്ച്
എന്താന്ന് വെച്ചാല് അവര് പാട്ട് അയച്ചു തന്നില്ല. അപ്പൊ അവിടെ ചെന്ന് പഠിച്ചത് ഭയങ്കര ഓവർ സ്ട്രെസ്സായി. ഞാൻ പറഞ്ഞു ഇനി എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറയേണ്ടി വന്നു. തലയ്ക്ക് പെരുത്ത് ഓളായി. എന്നിട്ട് അവസാനം അത് പാടിയോ? ടെസ്റ്റ് എടുത്തിട്ടാ പാടിയത്. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇനി മേലില് പാട്ട് അയച്ചു തന്നാൽ ഞാൻ കാണാപ്പാടം പഠിച്ചിട്ട് വന്നോളാം. അപ്പൊ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല, ഞാൻ അതുകൊണ്ടാണ് അയച്ചു തരാൻ പറഞ്ഞാലുണ്ട്, ആർക്കും കൊടുക്കാനല്ല എന്നൊക്കെ പറഞ്ഞു. അവർക്കെന്തോ വിശ്വാസമില്ലായ്മ, നമ്മൾ ആരെങ്കിലും കൊടുക്കുവോ കേൾപ്പിക്കുവോ എന്നൊക്കെ പേടിയുണ്ട്. ഞാൻ പറഞ്ഞു ഇതുകൊണ്ടാണ് പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി അങ്ങനെ ചെയ്തോളാന്ന്. മാം ഇപ്പൊ ഒരുപാട് ലാംഗ്വേജിൽ പാട്ടുകൾ പാടിയിട്ടുണ്ടല്ലേ? അതിൽ ഏറ്റവും ടഫായിട്ട് തോന്നിയ ലാംഗ്വേജ് ഏതാ? തെലുങ്ക് തന്നെയാണോ? തെലുങ്ക്. നമ്മൾ ശാസ്ത്രീയ സംഗീതം പാടുന്നതുകൊണ്ട് ഒരു ടഫ് തോന്നുന്നില്ല. പിന്നെ അയച്ചു തരാത്ത അവിടെ ചെന്ന് പഠിച്ചതിന്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ശാസ്ത്രീയ സംഗീതത്തിൽ എല്ലാ ഭാഷയിലും കൃതികളുള്ളതുകൊണ്ട് ലാംഗ്വേജ് പ്രോബ്ലം ഇല്ല. ഈ കാണാപ്പാട് പഠിക്കാത്ത കുഴപ്പം. തെലുങ്ക്, കന്നഡ, ബംഗാളി, സംസ്കൃത, ഹിന്ദി, തുളു പാടി. തുളു. അപ്പൊ മാം ആ പൊട്ടിന് പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വലിയ വട്ടപ്പൊട്ടിന് പിന്നിൽ ദൃഷ്ടിദോഷം മാറാനാണെന്ന് പറയുന്നത്. വലിയ പൊട്ടിലൂടെ അത് ആ ഒരു തീരുമെന്നാണ് പറയുന്നത്. ഇപ്പൊ നല്ല ഭംഗിയാന്ന് പറയുമ്പോഴത്തേക്കും പൊട്ടിലൂടെ അതിന്റെ നെഗറ്റീവ് പവർ പൊക്കോളും എന്നാണ് പറയുന്നത്. ആണല്ലേ? അതുകൊണ്ടാണ് ആ ഒരു വലിയ വട്ടപ്പൊട്ട് തൊടുന്നത് അല്ലേ എപ്പോഴും? അതെ, ചിലരൊരു അന്ധവിശ്വാസം ആയിക്കോട്ടെ. ഇത് ആക്ച്വലി അന്ധവിശ്വാസം എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം നമ്മുടെ ആ ഒരു സംസ്കാരം അനുസരിച്ച് ഇപ്പം കുട്ടികൾക്കാണെങ്കിലും പിറന്നു വീണ കുട്ടികൾക്കാണെങ്കിലും നമ്മള് കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് കൊടുക്കും. ഈ കവിളത്തൊരു മറുകൊക്കെ തൊട്ട് കൊടുക്കും, കണ്ണ് തട്ടാതിരിക്കാനെന്ന്. ഇതാണ് ഉദ്ദേശിച്ചതാണ്. മാമിന്റെ ആ ഒരു വലിയ പൊട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണല്ലേ, കണ്ണ് തട്ടാതിരിക്കണല്ലേ? ആരാ പൊട്ട് തൊട്ട് തരാറുള്ളത്? അമ്മയാണോ? കൊച്ചിലെ തൊട്ടേ വലിയ പൊട്ട് തൊടുന്നത് ഇഷ്ടമാണോ? അഭിപ്രായമൊക്കെ പറയും നമ്മുടെ ആൾക്കാർ. അന്ധവിശ്വാസം എന്ന് പറയാം. ആയിക്കോട്ടെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞങ്ങൾ അന്ധവിശ്വാസത്തിൽ ജീവിച്ചോളാം, എന്താ കുഴപ്പം? ഞാൻ മറുപടിയും പറയും. പോട്ടില് മറുപടി കൊടുക്കും, പിന്നെ അവരൊന്നും പറയത്തില്ലല്ലേ തിരിച്ച്? ഞങ്ങൾ അങ്ങനെ ജീവിക്കുള്ളൂ, എന്താ കുഴപ്പം? നിങ്ങൾ പറഞ്ഞാൽ അത് മാറാൻ പോലുള്ള. പിന്നെ അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടില്ലല്ലേ? നിങ്ങൾ പറഞ്ഞ വിശ്വാസം ഞങ്ങൾ മാറ്റാൻ പോകണല്ലോ, എന്ത് ചെയ്തു? അങ്ങനെയൊക്കെ. അപ്പൊ മാം, എം ജയചന്ദ്രൻ സാറാണ് മാമിനെ മിമിക്രി ചെയ്യാനുള്ള ഒരു പ്രേരണ നൽകിയിട്ടുള്ളതെന്ന് കേട്ടു. അതെ അതെ അതെ, ഒരു പ്രചോദനം നൽകിയത്. അതെങ്ങനെയായിരുന്നു ആ ഒരു അനുഭവമൊക്കെ? എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു. സാറ് പറഞ്ഞു ഇനിയും കുറെ അനുകരിക്കാൻ പഠിക്കണം. സാറ് പ്രോത്സാഹിപ്പിക്കും, നമ്മുടെ മനസ്സിനൊപ്പം നിൽക്കും. ആദ്യമായിട്ട് അനുകരിച്ചത് ആരെയായിരുന്നു? ആദ്യം ഉമ്മറക്കായിരുന്നു. ആഹാ, അപ്പൊ ഒന്ന് അനുകരിച്ച് കേൾപ്പിക്കാവോ? ലജ്ജാവതി നിന്റെ കള്ളക്കിടക്കണ്ണി, താഴം പൂവോ താമരക്കാരും, തേനോ തേൻ നിലാവൂ. അടിപൊളി, എനിക്കൊന്നും പറയാനില്ല. ശരിക്കും ഉമ്മറിക്ക് ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കെട്ടിപ്പിടിച്ചാനോ വന്നിട്ട്. കാരണം അതുപോലെ ഉണ്ട് കേട്ടോ. എനിക്ക് പരിചയപ്പെടാൻ പറ്റിയില്ല. സാധാരണ നമ്മള് ഈ മെയിൽ മിമിക്രി ആർട്ടിസ്റ്റ് ഒക്കെയാണ് ഇത്തരത്തില് വോയിസ് ഒക്കെ അനുകരിച്ച് കണ്ടിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഒരു ഫീമെയിൽ ഗായിക ഉമ്മ സാറിനെ അനുകരിച്ച് ഞാൻ കേൾക്കുന്നത് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. മാമിന് ശരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരുടെ വോയിസ് അനുകരിക്കാനാണ്? ഇഷ്ടം പിന്നെ ഉമ്മർക്ക്, മെയിലാണ് കൂടുതൽ. ഫീമെയിൽ അത്ര മഞ്ഞില്ല. ഭവാനി ചേച്ചി ആണെങ്കിൽ അത് മാത്രമേ വരുന്നുള്ളൂ. അയ്യോ അടിപൊളി. വേറെ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ ജാനകി അമ്മ നേരത്തെ നമ്മള് പാട്ടൊക്കെ പാടിയില്ലേ? ജാനകി അമ്മ പാടിയമ്മ. അതെ അതെ. ചിത്ര മാമിന്റെ വോയിസ് നോക്കിയിട്ടുണ്ടോ? ചിത്ര ചേച്ചി, സുജാ ചേച്ചിയുടെ ഒക്കെ നോക്കിയിട്ടുണ്ട്. അത് സക്സസ് ആയോ? എല്ലാരും നന്നായിരുന്നു. ജയേന്ദ്ര സാറ് വന്ന് കൊള്ളാന്ന് മണിക്കൂരിലെ പാടി. ഓക്കെ. അപ്പൊ ഏകദേശം ഇപ്പൊ നമ്മുടെ മലയാളത്തിലുള്ള എല്ലാ സിംഗേഴ്സിന്റെയും വോയിസും അതുപോലെ തന്നെ സിംഗേഴ്സിന്റെ മാത്രമല്ല നടന്മാരുടെ ഒക്കെ വോയിസ് അനുകരിക്കാനായിട്ട് അറിയാല്ലേ? അതെ അതെ. പിന്നെ മൃഗങ്ങളിലെ പൂച്ച അറിയാം, പൂച്ച, പട്ടി, ആട്. അല്ല, ഇനിയിപ്പോ ശരിക്കും പറഞ്ഞ ഗാനമേളയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് സൈഡായിട്ട് മിമിക്രി കൂടി അങ്ങ് ആരംഭിക്കാല്ലേ? ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ മാം ഇങ്ങനെ പ്രോഗ്രാമിന് പോകുമ്പോഴത്തേക്ക് കൂടുതൽ ആളുകൾ മിമിക്രി ചെയ്യാനാണോ പാട്ട് പാടാനാണോ പറയുന്നത്? പാരഡി സോങ്സ് പാടാൻ പറയും. അതെ, പാരഡികളുടെ ഒരു മഹാറാണിയാണ് ഇപ്പൊ എന്നോടൊപ്പം ഉള്ളത്. അത് വേറൊരു സത്യം. അപ്പൊ മാം ഒരു പാരഡി പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടാവോ? ഓക്കെ. സാമ്പാറിൽ മുങ്ങി തപ്പി വെണ്ടയ്ക്ക കഷ്ണം കിട്ടി, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, ഉണ്ട തക്കാളി തക്കാളി തക്കാളി. സാമ്പാറിൽ മുങ്ങി തപ്പി വെണ്ടയ്ക്ക കഷ്ണം കിട്ടി, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, ഉണ്ട തക്കാളി തക്കാളി തക്കാളി.
അടിപൊളി. ആ തക്കാളിയൊക്കെ പോയ ഒരു പോക്ക് എനിക്ക് വയ്യ. ആരാണ് ഈ പാരഡി പാട്ടൊക്കെ പാടാനായിട്ടുള്ള പ്രോത്സാഹനം മാമിന് തന്നിട്ടുള്ളത്? ഞാൻ ധനലക്ഷ്മി, നമ്മുടെ മാമന്റെ മകളുണ്ട്, ഞങ്ങൾ രണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇതൊക്കെ പണ്ട് തന്നെ ഉണ്ടാക്കി വരും. പണ്ട് മുതലേ വെറുതെ ഇരിക്കുമ്പോ ഇതുപോലെ പാരഡി പാട്ടൊക്കെ പാടുമായിരുന്നല്ലേ? ഞങ്ങൾ രണ്ടും കൂടെയാണ് ഇതിന്റെ രാജാക്കന്മാർ. പാരഡി പാട്ടുകളുടെ ഫീമെയിൽ രാജാക്കന്മാർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു പേര് കൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. മലയാളത്തിന്റെ സ്വന്തം ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി മാം. അയ്യോ മാം, റെക്കോർഡിങ്സും ഒരുപാട് ചെയ്യാറുണ്ട്, സ്റ്റേജ് ഷോസും ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ റെക്കോർഡിങ്ങിൽ പോയി പാടുന്നതാണോ അല്ലെങ്കിൽ സ്റ്റേജ് ഷോസിൽ പാടുന്നതാണോ ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ ടഫ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? ഒന്നുകൂടെ ശരിക്കും സ്റ്റേജ് ഷോസ് ആണ്. മറ്റേത് പാടാനല്ല, മറ്റേ കുഴപ്പമില്ല, റെക്കോർഡിംഗ് കുഴപ്പമില്ല. അതിൽ സിമ്പിൾ അല്ലേ സ്റ്റേജ് ഷോയ്ക്ക്? ആ, സ്റ്റേജ് ഷോയ്ക്ക് പിന്നെ സിമ്പിൾ ആണല്ലേ? അതെ അതെ. ആൾക്കാർക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ അങ്ങ് പാടി കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ് കയ്യിലെടുത്തോളൂ. ഇപ്പം റീസെന്റ് ആയിട്ട് ഏത് പാട്ട് പാടിയിട്ടാണ് മാമിന് അത്രത്തോളം പ്രോത്സാഹനം കിട്ടിയിട്ടുള്ളത്? അങ്ങ് വാനക്കോണിൽ ശരിക്കും പറഞ്ഞാൽ ഒരു തരംഗമായിട്ട് മാറിയെന്ന് വേണമെങ്കിലും പറയാം. ARM എന്ന സിനിമ പേര് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പൊ എല്ലാരും പറയുന്ന അങ്ങ് വാനക്കോണിൽ ആ പാട്ടുള്ള സിനിമ, അങ്ങനെ ഇപ്പൊ പലരും പറയുന്നത്. ആ ഒരു പാട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിനിമ അറിയപ്പെടുന്നതെന്ന് വേണമെങ്കിലും പറയാം. മാം, എനിക്കൊരു ആഗ്രഹമുണ്ട്, ഈ ഒരു പാട്ട് എന്നോടൊപ്പം മാം പാടുമോ? ഓ യെസ്, ഓക്കെ ഓക്കെ, പാടാം. 1 2 3 4 അങ്ങ് വാനക്കോണില് നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോരക്കണ്ണുയൽ, ഇങ്ങു നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പരുന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി തലവലിഞ്ഞു കയറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ, തലക്കൊളുത്തുള്ളൊരാ ചെലുക്കും വെറ്റില ചെല്ലത്തിലോ, മുങ്ങിയ പാടി മൂടും അത്രയും വെറ്റില ഇട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ, കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നി, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളരെ വളരെ. താങ്ക് യു, ഒരുപാട് സന്തോഷം കേട്ടോ. എനിക്ക് സന്തോഷമായി ഒന്നിച്ച് പാടാൻ പറ്റും. നമുക്ക് ഓണത്തിന്റെ വിശേഷങ്ങളിലേക്ക് വരാം. ഓർമ്മയിലെ മറക്കാനാകാത്ത ഒരു ഓണ അനുഭവം ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? ഓണം ഞങ്ങള് പഴയ കഞ്ഞിയും കറിയും വെച്ച് കളിച്ചത്. ഞാന് അമ്മായിയുടെ മക്കളെല്ലാരും കൂടെ കുമ്പളങ്ങത്തോണ്ട് വാഴയില ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് ഓണസദ്യ ഉണ്ടാക്കുമായിരുന്നു. പാചകം ചെയ്യാനൊക്കെ അറിയോ? ഇങ്ങനെ ഒറിജിനലായിട്ടില്ല, അല്ലാണ്ട്. ഓക്കെ, പൊതുവെ ഭക്ഷണപ്രിയാണോ? കഴിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഐറ്റം ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടം മീനൊക്കെയാണ്. മീനാണ്, പച്ചക്കറിയോട് വലിയ താല്പര്യം ഇല്ലല്ലേ? എന്നാലും ഓണത്തിന് സദ്യ വിളമ്പുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു കറി ഏതാ? കറി എന്തുവാണ്? നമ്മുടെ കാളൻ. കാളൻ ഭയങ്കര ഇഷ്ടമാണല്ലേ? പിന്നെ മിക്കപ്പോഴും ചിറ്റപ്പന്റെ വീട്ടിലായിരിക്കും കേട്ടോ ഓണസദ്യ. ചിറ്റപ്പന്റെ വീട്ടിലാവുമ്പോ കാളനും എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ടാവും. ഓക്കെ, അമ്മയ്ക്ക് എങ്ങനെയാ, നല്ല അടിപൊളി കൈപ്പുണ്യൊക്കെ ആണോ? പിന്നെ സൂപ്പർ അല്ലേ, സൂപ്പർ ആയിട്ട് വെക്കല്ലേ? അമ്മ വെക്കും, അച്ഛൻ വെക്കുവോ കറിയൊക്കെ? അച്ഛനത്ര അറിയാൻ പോലും, അച്ഛനെ അരിഞ്ഞൊക്കെ തരും. പിന്നെ എന്റെ കൂടെ കളിക്കാൻ കൂടും. എന്റെ കൂടെ കളിക്കാൻ വരും. അപ്പൊ ഇപ്രാവശ്യത്തെ ഓണത്തിന് എന്താണ് പരിപാടി? ഇപ്രാവശ്യമാണ് വർക്കലയിൽ ഗാനമേള. ചിറ്റപ്പന്റെ വീട്ടിൽ ഊണ് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ, ടൈമില്ല. ആകെ മൊത്തത്തില് ടൈറ്റ് ആണല്ലോ ഇന്നത്തെ ദിവസം എന്ന് വേണമെങ്കിൽ പറയാലോ. ഗംഭീരമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും മാം ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്നിട്ടാണെങ്കിലും നമ്മൾ വിളിച്ചപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ഇന്റർവ്യൂ തരാനായിട്ടുള്ള ഒരു മനസ്സ് കാണിച്ചു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയ നന്ദി അറിയിക്കുകയാണ് കേട്ടോ. ഞാനും അറിയിക്കുന്നു. നിങ്ങളെ പോലുള്ളവരാണ് എനിക്ക് പ്രോത്സാഹനമാണ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മുടെ ലിസണേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? അതായത് ആശ്രയ FM 90 എല്ലാ ലിസണേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഒരുമയുടെയും ഓണമാകട്ടെ. ഈ പ്രാവശ്യം മാത്രമല്ല, എല്ലാ ഓണവും. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും മാം അവസാനമായിട്ട് നമുക്ക് ഒരു പാട്ട് പാടി വൈൻഡപ്പ് ചെയ്താലോ? പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്താലോ? ആയിക്കോട്ടെ. മാവേലിക്കും പൂക്കളും മാദേവനും പൂക്കളും മലയാളക്കരയാകെ വർണ്ണ പൂക്കളും
മണ്ണിലും വിണ്ണിലും മണിപ്പൂക്കളം, മാവേലിക്കും പൂക്കളം, മാദേവനും പൂക്കളം, മലയാളക്കരയാകെ വർണ്ണപ്പൂക്കളം, മണ്ണിലും വിണ്ണിലും മണിപ്പൂക്കളം, മണ്ണിലും വിണ്ണിലും മണിപ്പൂക്കളം, ഓയ് ഓയ് മണ്ണിലും വിണ്ണിലും മണിപ്പൂക്കളം.